ഹലോ, ഇതൊക്കെ ഞാനേ ഒരു 3-4 മാസം മുന്നേ നട്ട ഒരു തക്കാളി കേട്ടോ. ഞാനല്ല നട്ടത്, അച്ചച്ചനാണ് നട്ടത്. അച്ചച്ചൻ ഒരു കുഞ്ഞു തൈയും കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, ഒരു ചെറിയൊരു തൈ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കത്തില്ല, കായൊന്നും ഉണ്ടാകത്തില്ല, അച്ചച്ചൻ നട്ടോളാൻ പറഞ്ഞേ. അപ്പം അങ്ങനെ അച്ചച്ചൻ അത് നട്ടു കേട്ടോ. ഒറ്റ ചോടാണേ, പക്ഷേങ്കിൽ അത് ഭയങ്കരമായിട്ട് വളർന്നു എന്ന് പറഞ്ഞാൽ ഇത് നിറച്ച് ഇതായിട്ട് കായാണ്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല വീഡിയോയിൽ, പക്ഷെ നിറച്ച് കാരണം എൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് ഞാൻ ഇത് എന്നാ പറയുക, നിലത്തേക്ക് പെടന്ന് വീണു. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ പെടന്ന് വീണിട്ട് നിറച്ച് തക്കാളി ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് പച്ചയ്ക്ക് പറിച്ച് എന്നാ പറയുക ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ. പച്ചത്തക്കാളി തോരനൊക്കെ വയ്ക്കാൻ നല്ലതല്ലേ, അപ്പോൾ അങ്ങനെ. പക്ഷെ ഇത് ഒത്തിരി ഉണ്ട്, ഇതിൻ്റെ വെയിറ്റ് കാരണം ഇത് ഗ്രീൻ ആയതുകൊണ്ട് ഇത് ഫുള്ള് കാണണില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ടേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊരു വീഡിയോ ഇങ്ങനെ കണ്ടു, ഇതിൻ്റെ ഏരമൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുവാണെങ്കിൽ കുറേ എന്താ പറയുക വലിയ ഇതായിട്ടിങ്ങനെ പറഞ്ഞു വീഴത്തില്ല. ഇതുണ്ടല്ലേ, ഇത് പിടിക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാരണം ഇതിൻ്റെ ഇത് കാരണം ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോവുക. അപ്പം പിന്നെ കുറച്ച് പഴുത്തധികം ഇല്ല കേട്ടോ, വലിയ വലിപ്പമൊന്നുമില്ല. എന്നാ പറയുക, അത് ഈ കുറേ അങ്ങ് ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് വലിപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല കേട്ടോ. പച്ചത്തക്കാളി ഞങ്ങൾ പറിച്ച് കറി വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നേ. ഇത് കണ്ടില്ലേ, നല്ല ചിലതിനിങ്ങനെ വലിപ്പമുണ്ട് കേട്ടോ, എല്ലാത്തിനും വലിപ്പം അധികമില്ല. കണ്ടോ, ഇത് പിടിച്ച അപ്പം ഒടിഞ്ഞു പോവുക. ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വെയിറ്റായിട്ട് കിടക്കുന്നോണ്ടാ. ഇത് കണ്ടില്ലേ, ഉണ്ട്, ഒത്തിരി ഉണ്ട് കാര്യം. ഇതിൻ്റെ അടിയിലോട്ട് ഒക്കെ എല്ലാം ഉണ്ടേ. പക്ഷേങ്കിൽ ഇതിൻ്റെ എങ്ങനെ എടുക്കുമെന്ന് മാത്രം അറിയാൻ പറ്റാതെ, ഇത് പിടിച്ച് പൊക്കുമ്പോൾ അതെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് പൊക്കോണ്ടിരിക്കുക. കണ്ടില്ലേ. അപ്പം എന്നാണേലും നമുക്ക് ഇന്നത്തേനുള്ള ഒരു ചെറിയ കുക്കിങ്ങിനായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറിച്ചതാട്ടോ ഇത്രയും. കുറേ ഇപ്പം അധികം പഴുക്കാൻ വിടുന്നില്ല. എന്നാന്ന് വെച്ചാൽ ചിലപ്പം ഇത് പഴുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ കാറ്റും മഴയൊക്കെ ആയി പോയാലോ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് മൂത്ത് കഴിയുമ്പോൾ പച്ചയ്ക്കും പറിക്കാറുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ പറിക്കാതെ കിടന്ന് പഴുത്തതാണ്. എനിവേ, ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പിൽ ഇത്രയും കിട്ടിയിട്ടുണ്ടേ.